സംസ്ഥാനത്ത് രാവിലെ റെക്കോർഡ് വിലയിലെത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ്. ഉച്ചയ്ക്ക് ശേഷം 560 രൂപയാണ് പവന് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,845 രൂപയായി. കേരളത്തിൽ സ്വർണ്ണവില രാവിലെ കുതിച്ചുയർന്ന് സർവകാല റെക്കോർഡിലെത്തിയിരുന്നു. 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് പവന് 1800 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1,19,320 രൂപ എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണ് സ്വർണം എത്തിയത്. ഗ്രാമിന് 375 രൂപ വർദ്ധിച്ച് 14,915 രൂപയിലുമെത്തി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,000 എന്ന കടമ്പ ആദ്യമായി മറികടന്നതാണ് പ്രാദേശിക വിപണിയിലും ഇത്രയും വലിയ വർധനവിലേക്ക് എത്തിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പവന് 560 രൂപ കുറഞ്ഞ് 1,18,760 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇതോടെ ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,845 രൂപയായി. എന്നാലും ഇത് ആശ്വാസത്തിന് വക നൽകുന്ന വാർത്തയല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും റെക്കോർഡുകൾ തകർത്ത് മുന്നേറിയേക്കും. ഒപ്പം 1.5 ലക്ഷം വരെ സ്വർണ്ണവില എത്താനുള്ള സാധ്യതകളാണ് പ്രവചിക്കപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയങ്ങളും ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും ട്രംപും രണ്ട് തട്ടിലായതോടെ വികസിത രാജ്യങ്ങളിലെല്ലാം ഓഹരി വിപണികളിൽ നിന്ന് നിക്ഷേപകർ പിൻവാങ്ങുകയാണ്. യുദ്ധങ്ങളും ആഗോള രാഷ്ട്രീയ അസ്ഥിരതയും കാരണം ഓഹരി വിപണിയിൽ നിന്ന് മാറിയ നിക്ഷേപകർ സുരക്ഷിത താവളമായി സ്വർണ്ണത്തെ കാണുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം ശേഖരിക്കുന്നതും വില വർധനയ്ക്ക് ആക്കം കൂട്ടുന്നു. കഴിഞ്ഞ ഡിസംബർ 23-നാണ് കേരളത്തിൽ സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം രൂപ കടന്നത്. ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 20,000 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. സ്വർണ്ണത്തിന് പിന്നാലെ വെള്ളിവിലയും കുതിച്ചുയരുന്നുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് ഈ വിലക്കയറ്റം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വില അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.